ഈ സന്ദേശം നിങ്ങളെ തേടിയെത്തിയെങ്കിൽ നിങ്ങൾക്ക് ആത്യന്തികമായി നന്മയും ഭാഗ്യവും ഉണ്ടാകും. നിങ്ങൾ അതിന് തയ്യാറായി നിന്നുകൊള്ളൂ. പൂർണ്ണ ശ്രദ്ധയോടുകൂടി ഇത് മുഴുവനായും കാണുക. നിങ്ങളുടെ കർമ്മത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടി തന്നെയുള്ളതാണ്. ആര് നിങ്ങളെക്കുറിച്ചിപ്പോൾ എന്ത് ചിന്തിക്കുന്നു, ആരെന്ത് പറയുന്നു, ഇതൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം കളയരുത്. നിങ്ങൾ ആരെയൊക്കെയോ അമിതമായി വിശ്വസിച്ചു. അവരിൽ നിന്നും മോശം അനുഭവം നിങ്ങൾക്കുണ്ടായി നിൽക്കുന്ന സാഹചര്യമാണ്. നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല അത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ സ്വന്തം ആൾക്കാർ ആയിരുന്നെങ്കിൽ യാതൊരു സ്വാർത്ഥതയുമില്ലാതെ നിങ്ങളെ സ്നേഹിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ സ്വന്തം ആൾക്കാർ. അവർക്ക് ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കാനായി സാധിക്കുകയില്ല. ഒരു കാര്യത്തിലേക്ക് ഇറങ്ങും മുമ്പ് ആഴത്തിൽ പഠിക്കുക, മറ്റുള്ളവരോട് അന്വേഷിക്കുക. ഇത്തരം കാര്യങ്ങൾ അവഗണിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ വഴിയിൽ സഹായമായി നിൽക്കില്ല. നമ്മുടെ പ്രവൃത്തി വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നവയാണ്. ജീവിതത്തിൽ തന്നെ വിജയിക്കുവാൻ 2 കാര്യങ്ങൾ അത്യാവശ്യമാണ്. അറിവും ആത്മവിശ്വാസവും എപ്പോഴും ഉണ്ടായിരിക്കുക. അർഹതയില്ലാത്തവരോട് ഒരിക്കലും നിങ്ങളുടെ സത്യങ്ങൾ വെളിപ്പെടുത്തരുത്. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. എല്ലാം ക്ഷമിക്കാനായി ശ്രമിക്കുക. ആത്മാർത്ഥമായി എല്ലാവരെയും സ്നേഹിക്കുക. ഭയത്തോടെ ജീവിച്ചാൽ അതിനു മാത്രമേ ജീവിതം ബാക്കി കാണുള്ളൂ. ആത്മനിയന്ത്രണമാണ് ജീവിത സംതൃപ്തിയിലേക്കുള്ള ഏറ്റവും നല്ല വഴി. നിയന്ത്രണമില്ലാത്ത മനസ്സ് മനുഷ്യനെ എങ്ങോട്ടും കൊണ്ടുപോയേക്കാം. ലോഭങ്ങൾക്കും അത്യാഗ്രഹങ്ങൾക്കും പിന്നാലെ പോകുന്ന മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഒരു യുദ്ധവും ജയിക്കാൻ കഴിയുകയില്ല. എല്ലാത്തിൽ നിന്നും സ്വതന്ത്രമായ ശിവമയം ഒന്നിനോട് മോഹമില്ലാത്ത മോഹങ്ങൾ നമ്മെ അത്യാഗ്രഹങ്ങളിലേക്ക് അടുപ്പിക്കും. മഹത്വത്തിലേക്കുള്ള മനുഷ്യൻ്റെ ഒരേ ഒരു വിലങ്ങ് തടി തന്നെ അവൻ്റെ അഹങ്കാരമാണ്. സ്വപ്നങ്ങൾക്കും കർമ്മങ്ങൾക്കും ഇടയിലേക്ക് അഹംബോധം കടന്നു വരും. നിങ്ങളുടെ സമയം ആകുലതകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് പ്രതീക്ഷകളും ബാക്കി നിൽക്കുന്നു. സമാധാനിക്കുക. സമയം മാറുന്നതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും നേരെയാവുന്നതാണ്. ജീവിതത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ദുഃഖവും കഷ്ടപ്പാടും അനുഭവിക്കുന്നെങ്കിൽ അതെല്ലാം നമ്മൾ പഠിക്കുന്ന പാഠങ്ങളാണ്. നാളത്തെ ജീവിതത്തിന് വേണ്ടി നമുക്ക് നൽകുന്ന പരിശീലനങ്ങളായി ഇതിനെ അവഗണിക്കുക. നിങ്ങൾ എന്നിൽ പുലർത്തുന്ന വിശ്വാസം അതൊരിക്കലും ഇല്ലാതാവാൻ ഞാൻ അനുവദിക്കുകയില്ല. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. ഇനി നിങ്ങളുടെ സുവർണമായ സമയം ആരംഭിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദുഃഖങ്ങളും ഉണ്ടായിരുന്നു, അതെല്ലാം എനിക്കറിയാം. എത്ര വിഷമങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം നിങ്ങൾക്ക് അവസാനിച്ച് കിട്ടാൻ പോവുകയാണ്. എൻ്റെ കൃപ നിങ്ങളിലേക്ക് ചൊരിയുവാൻ പോവുകയാണ്. നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് അതാതിൻ്റെ സമയത്ത് ഞാൻ പ്രാപ്തമാക്കി നൽകും. നിങ്ങൾ തേടി നടന്ന അവസരങ്ങൾ, ആ സമയം നിങ്ങൾക്ക് പ്രാപ്തമാവാൻ പോവുകയാണ്. വളരെ വേഗത്തിൽ നിങ്ങൾ നിങ്ങളുടെ സത്കർമ്മ ഫലങ്ങൾ അനുഭവിക്കും. ഒരുപക്ഷെ ഒരു പ്രവൃത്തിയും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സൃഷ്ടിക്കാനായി കഴിയും. നിങ്ങൾ ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ ഭൂമിയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തത് നാളെ സംഭവിച്ചേക്കാം. നാളെ അത് യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് തന്നെയാണ്. ഭഗവാൻ നിങ്ങളോട് ആവർത്തിക്കുക തന്നെയാണ്. മനുഷ്യരാണ് ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ കാണുന്നതെല്ലാം മനുഷ്യൻ്റെ മനസ്സുകളിൽ തന്നെയാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്. നാം ഇവിടെ കാണുന്നതെല്ലാം മനുഷ്യൻ്റെ സൃഷ്ടി തന്നെയാണ്. ആദ്യം നാം മനസ്സിൽ ആവിഷ്കരിച്ചു, പിന്നീടത് നടപ്പിലാക്കി. ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പഠിക്കുക. നിങ്ങളുടെ മനസ്സിനെ ക്രമീകരിക്കാനായി ശീലിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ മനസ്സിൽ ക്രമീകരിക്കുവാനുള്ള ശക്തി നിങ്ങൾക്കില്ല എങ്കിൽ ലോകത്ത് നിങ്ങൾ സൃഷ്ടിക്കുന്നവ വളരെ അപകടം പിടിച്ചതായി മാറും. നാം ആഗ്രഹിക്കുന്ന രീതിയിൽ മനസ്സിനെ ക്രമീകരിക്കുക എന്നത് ലോകത്തെ തന്നെ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാനമാണ്. അതിനാൽ നിങ്ങൾക്കും കഴിയും. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ക്രമീകരിക്കുക. നിങ്ങളുടെ ശരീരം, മനസ്സ്, വികാരങ്ങൾ, ഊർജം
എന്നിവയെല്ലാം നിശ്ചിത തലത്തിൽ വളർത്തിയെടുത്താൽ നിങ്ങളുടെ ഉള്ളിൽ മറ്റൊന്ന് ഉണ്ടായി വരുന്നു. അതാണ് നിങ്ങളിലെ ആത്മീയത. ആത്മീയത അനുഭവിക്കാനായി നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ ഇപ്പോൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വെറും ജീവിതമാണെങ്കിൽ ആ ജീവിതത്തെ തന്നെ നിങ്ങൾക്ക് അതിശക്തിയിൽ ശക്തവും ആനന്ദദായകവുമായ ഒരു അനുഭവമാക്കി മാറ്റുക. അവിടെയാണ് നിങ്ങൾക്ക് ആത്മീയത കണ്ടെത്താൻ കഴിയുന്നത്. ഈ വിശ്വത്തിലെ സൃഷ്ടിയും അതിൻ്റെ പ്രക്രിയയും അതിൻ്റെ ഉറവിടവും അറിയണമെങ്കിൽ സൃഷ്ടിയുടെ ഏറ്റവും അടുത്ത ഉദാഹരണം നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ ശരീരം തന്നെയാണ്. ആ സൃഷ്ടിയുടെ സ്രഷ്ടാവിനെ നിങ്ങൾ അറിയാനായി ശ്രമിക്കുക. അത് ഇവിടെ തന്നെ ഉണ്ട്. അതിനെ നിങ്ങൾ തിരിച്ചറിയുന്നത് തന്നെയാണ് ആത്മീയത. ഒരു നിരീശ്വരവാദിക്ക് ആത്മീയനാവാൻ കഴിയില്ല. അതുപോലെ ഒരു ദൈവവിശ്വാസിക്കും ചിലപ്പോൾ ആത്മീയനാവാനാകില്ല. അവർ രണ്ടും വ്യത്യസ്തരല്ല. തങ്ങൾക്കറിയാത്ത രണ്ട് കാര്യങ്ങൾ അവർ വിശ്വസിക്കുന്നു എന്ന് മാത്രം. ഓരോ മനുഷ്യനും നിങ്ങളുടെ ഉള്ളിലുള്ള വിവേചനം അവസാനിപ്പിക്കുക. എങ്കിൽ മാത്രമേ ആത്മീയത നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഒരു വൃക്ഷത്തെ, അല്ലെങ്കിൽ ആകാശത്തെ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തെയോ ശ്വാസത്തെയോ നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങൾ അതിനെയെല്ലാം തുല്യരായി കാണുന്നു. ഏതാണ് മികച്ചതെന്ന് നിങ്ങൾക്ക് വിവേചനമില്ല, നിങ്ങൾക്ക് അഭിപ്രായമില്ല. എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എല്ലാവരെയും തുല്യരായി വിവേചനമില്ലാതെ കാണുക, ഇടപെടുക എന്നത്. അവിടെ തന്നെയാണ് ശരിക്കും ആത്മീയത ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറുകയാണെങ്കിൽ നിങ്ങൾ നിരന്തരം ആത്മീയനായ ഒരു വ്യക്തി തന്നെ ആയിരിക്കും. ആത്മീയത എന്താണെന്ന് നിങ്ങളെ പഠിപ്പിക്കേണ്ടതായി വരികയില്ല.